എൻ്റെ പേര് ഫിറോസ് മുളക്കപ്പറമ്പിൽ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കോർപ്പറേറ്റ് കൺസൾട്ടൻ്റാണ്. ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ നിർമ്മിക്കാനുണ്ടായ ഒരു കാരണം, വയനാടിലെ ദുരിതബാധിതർക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം നടന്ന പിറ്റേ ദിവസം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതായിരുന്നു, ഇത്രയും ആളുകളെ എങ്ങനെ എവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും ഇത്ര പെട്ടെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ്, എന്തുകൊണ്ടും അനുയോജ്യം അവർക്ക് മൾട്ടി സ്റ്റോറി അപ്പാർട്ട്മെന്റ് നിർമ്മിക്കലാണ്. കാരണം ഒരു വീട്ടിൽ 2 പേര് നഷ്ടപ്പെട്ടവരുണ്ട്, 3 പേര് നഷ്ടപ്പെട്ടവരുണ്ട്, ഒരാൾ മാത്രം ബാക്കി ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഒരു കുടക്കീഴിൽ 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം എന്നുള്ള 500 സ്ക്വയർ ഫീറ്റ്, 800 സ്ക്വയർ ഫീറ്റ്, 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1100 സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിൽ 1800 രൂപ കോസ്റ്റിൽ അപ്പാർട്ട്മെന്റ് നിർമ്മിക്കാൻ കഴിയും. പിന്നെ UDS ലാൻഡിന്റെ UDSന്റെ കോസ്റ്റും കൂടിയേ വരുന്നുള്ളൂ. ഏകദേശം ഒരു 18-19 ലക്ഷം രൂപ, 20 ലക്ഷം രൂപയ്ക്ക് അവർക്ക് ഒരു വീടാവും. പിന്നെ സെപ്പറേറ്റ് ഡ്രെയിനേജ്, വെള്ളം, ഇത്രയും കാര്യങ്ങൾക്കൊന്നും ഇനി വേറെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം ഒരു അപ്പാർട്ട്മെന്റ് ആവുമ്പോൾ അതിന്റെ കീഴിൽ അതെല്ലാം ആ ഫെസിലിറ്റി എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അറിയുന്ന ചില കോർപ്പറേറ്റ് കമ്പനിയുമായി സംസാരിച്ചു. അവിടെ CSR വല്ലതുണ്ടോ? CSR ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഒരു പ്രോജക്റ്റ് നീ ഉണ്ടാക്കുക എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നോട്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആർക്കെങ്കിലും 1 ഏക്കറയോ 2 ഏക്കറയോ സ്ഥലം, ഒരു 2 ഏക്കർ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞാൻ ആവറേജ് ഒരു 800 സ്ക്വയർ ഫീറ്റ്, ഒരു 1400 അപ്പാർട്ട്മെന്റ് അടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇതിൽ. അപ്പോൾ അത് മൈവാൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 18 മാസം 20 മാസം കൊണ്ടൊക്കെ പ്ലാൻ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പണി തീർക്കാനും കഴിയും. അപ്പോൾ അതിന് അനുയോജ്യമായ സ്ഥലം, ഒരുപാട് ദൂരത്തേക്ക് പോകാണ്ട്. കാരണം അവരുടെ തോട്ടത്തിൽ ജോലിക്ക് പോയിരുന്നവരാണ്, അവരുടെ ഉറ്റവരുടേവരൊക്കെ അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പം എവിടെയാണോ അനുയോജ്യമായ സ്ഥലം, നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പറമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഞാൻ ഇവരുമായൊക്കെ സംസാരിക്കാം. ഇനിയിപ്പം അതല്ല, നമ്മുടെ മലയാളികൾ ഇങ്ങനെ ഒത്തുപിടിച്ചാൽ മലയും പൊങ്ങുമെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരുപാട് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ ഫണ്ട് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫണ്ടിങ്ങിലൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാട്സാപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി തന്നെ. നിങ്ങൾ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുയോജ്യമായി തോന്നിയാൽ ഞാൻ നിങ്ങളെ ബന്ധപ്പെടും, വന്ന് കാണുകയും ചെയ്യും.